കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് ആഘോഷങ്ങൾ ഒരുമിച്ച് കൂടിയ അല്ലെങ്കിൽ ഒന്നിച്ചു വരുന്ന നാളുകളാണ് വരാനിരിക്കുന്നത്. രണ്ട് ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് കേരളീയ സമൂഹത്തിന്റെ ആഘോഷമാണ് എന്ന് പൊതുവെ പറയുന്ന, എന്നാൽ നമ്മൾ അതിന്റെ മിത്തുകളും അതിന്റെ പിന്നിലുള്ള ഐതിഹ്യങ്ങളും പരിശോധിക്കുമ്പോൾ ഹൈന്ദവ സമൂഹവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ ബോധ്യപ്പെടുന്ന ഓണം എന്ന് പറയുന്ന ആഘോഷമാണ്. അതിനെപ്പറ്റി പല വീക്ഷണകോണിലൂടെ ഹിന്ദുമതത്തിലെ പണ്ഡിതന്മാരും സാധാരണക്കാരും അതിനെ വിലയിരുത്തിയിട്ടുണ്ട്. ആ വിലയിരുത്തലിൽ അവരവരുടേതായ നിലപാടുകളും കാഴ്ചപ്പാടുകളും സ്ഥാപിക്കുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം അങ്ങ് മാറ്റിവെച്ചിട്ട് ഒരു നല്ല നാളെയെ സംബന്ധിച്ചുള്ള ഒരു സ്വപ്നം, അങ്ങനെ ഒരു സ്വപ്നം മുന്നോട്ടു പോകുന്ന ഏതൊരു സമൂഹത്തിനും നല്ലതാണ്. സ്വഭാവദൂഷ്യങ്ങളില്ലാത്ത, സാമൂഹിക ജീവിതത്തിൽ ഉച്ചനീചത്വങ്ങളില്ലാത്ത, കളവും ചതിയും വഞ്ചനയുമില്ലാത്ത ഒരു സാമൂഹിക ക്രമത്തെ സംബന്ധിച്ചുള്ള സ്വപ്നം എന്ന് പറയുന്നത് ആർക്കും അനുകൂലിക്കാൻ കഴിയുന്ന ഒരു ഘടകമാണ്. പക്ഷെ അങ്ങനെ ഒരു സാമൂഹിക ക്രമം ഉണ്ടാക്കിയെടുക്കാൻ എന്താണ് വഴി? അത് വേറെ വളരെ ഗൗരവപ്പെട്ട ഒരാലോചനയാണ്. അതിനൊന്നും ഉത്തരം ഈ ഓണം എന്ന് പറയുന്ന ആഘോഷത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചു കൊള്ളണമെന്നില്ല. അതിന്റെ മറ്റു കാര്യങ്ങളിലേക്കല്ല ഞാനിപ്പോൾ പോകുന്നത്. നമ്മുടേതുപോലെയുള്ള ഒരു നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു ആഘോഷം നടക്കുമ്പോൾ വിശ്വാസികളുടെ നിലപാട് എന്തായിരിക്കണം? ഇതേ സംബന്ധിച്ച് വളരെ കുറഞ്ഞ വാചകങ്ങളിൽ പറയാവുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഈ സംസാരത്തിന്റെ ഒരു ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരാഘോഷം, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ രണ്ട് ആഘോഷങ്ങളിൽ രണ്ടാമത്തത് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്നു എന്ന ഒരു സമ്പ്രദായം ലോകത്തിന്റെ ചില ഭാഗങ്ങളിലും നമ്മുടെ കേരളീയ സമൂഹത്തിലും കാണപ്പെടുന്നുണ്ട്. ലോകതലത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിലെ ഒരു സജീവമായ ആഘോഷ പരിപാടിയാണ് ഇത് എന്ന് പറയാൻ വസ്തുതകൾ പരിഗണിച്ചുകൊണ്ട് നമുക്ക് സാധ്യമല്ല. ഈ വിഷയത്തെ സംബന്ധിച്ച് ഓരോ പ്രാവശ്യം റബീഉൽ അവ്വൽ കടന്നു വരുമ്പോഴും അതിന്റെ പല വശങ്ങളെയും നമ്മൾ വിശകലനം ചെയ്തു പോന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് വിസ്തരിച്ച് ആ ഒരു വിഷയത്തിന്റെ നാനാവശങ്ങളെ സംബന്ധിച്ച് വിശകലനം ചെയ്യാനല്ല, നേരത്തെ പറഞ്ഞ വിഷയത്തോടൊപ്പം ചേർത്തുവെച്ച് ഇപ്പോൾ പ്രസക്തമാകുന്ന ചില പരാമർശങ്ങളോ പ്രസ്താവനകളോ നടത്തൽ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ വളരെ ശ്രദ്ധാപൂർവം അല്ലെങ്കിൽ വളരെ താൽപര്യപൂർവം നമ്മളെല്ലാവരും വീക്ഷിക്കേണ്ട ഒരു ഭാഗം, ഇസ്ലാം എന്ന് പറയുന്നത് കുറെ നാട്ടാചാരങ്ങളും മാമൂലുകളും സമ്പ്രദായങ്ങളും മുസ്ലിം സമൂഹത്തിന്റെ ജീവിതത്തോടൊപ്പം ഇങ്ങനെ ഒഴുകി കൊണ്ട് നടക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു സമൂഹമല്ല. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിന് വളരെ കൃത്യമായ രണ്ട് പ്രമാണങ്ങളുണ്ട്. അത് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇഹലോകത്തോട് വിട പറയാനെടുത്ത സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രണ്ട് പ്രമാണങ്ങളും മുറുകെ പിടിക്കേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് സമുദായത്തെ വളരെ ശക്തിയായി ഉണർത്തുകയും ചെയ്തിട്ടുണ്ട്. ആ രണ്ട് പ്രമാണങ്ങളിൽ ഒന്ന് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ വിശുദ്ധ ഖുർആനാണ്. രണ്ടാമത്തത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. ഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും. മുസ്ലിം ഉമ്മത്ത് ഒരു സംഘടിത സമൂഹമാണ്. അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ട്,
അള്ളാഹുവിലുള്ള വിശ്വാസത്തെ പ്രായോഗിക ജീവിതത്തിൽ ഒരു പദ്ധതിയായി സ്വീകരിക്കാൻ, ഒരു ആക്ഷൻ പ്ലാനായി സ്വീകരിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുമുണ്ട്. ഇത് ഒന്ന് മറ്റൊന്നിനെ ബലപ്പെടുത്തുന്നതാണ്. അള്ളാഹുവിന്റെ കലാമ് സ്വീകരിക്കുകയും പ്രവാചകന്റെ ചര്യ നിരാകരിക്കുകയും ചെയ്തുകൊണ്ട് ഒരാൾക്ക് സത്യവിശ്വാസിയാവാൻ കഴിയില്ല. ഒരു അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു കാര്യമാണത്. ശുദ്ധ ഖുർആൻ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം എന്ന് പ്രയോഗിച്ചല്ല ഖുർആൻ. ഏറ്റവും ചൊവ്വായതിലേക്ക് ഈ വിശുദ്ധ ഖുർആൻ നമ്മെ വഴി നടത്തുന്നു. അതേ പ്രയോഗം, അതേ ഖുർആൻ ഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം, താങ്കൾ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ആളുകളെ വഴി നടത്തുന്നവനാണ് എന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഹുദയുമായി, സന്മാർഗവുമായി ബന്ധപ്പെടുത്തിയിട്ട് അള്ളാഹു ഖുർആനിനെയും പറഞ്ഞിരിക്കുന്നു, റസൂലിനെയും പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഇതിൽ നിന്ന് ഖുർആൻ ഞങ്ങൾ എടുക്കും, റസൂല് ഞങ്ങൾക്ക് വേണ്ട എന്നൊരാൾ പറഞ്ഞാൽ അത് ഇസ്ലാമികമായ വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കാര്യമാണ്. അതവിടെ ഇരിക്കട്ടെ. അതിപ്പോ ഇത്രയും എങ്കിലും സുന്നത്തിനെ പറ്റി പറയാതെ ഇതുപോലെയുള്ള ഒരു സംസാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഉചിതമല്ല എന്ന് കരുതുന്നത് കൊണ്ടാണ് അത്രയും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇരിക്കട്ടെ, വിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാനം ഖുർആനും സുന്നത്തുമാണ്. ഈ ഖുർആനിലും സുന്നത്തിലും ഉണ്ടോ ഇല്ലേ? എന്ത് കാര്യം വന്നാലും ഖുർആനിലും സുന്നത്തിലും ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിച്ച് നമുക്ക് തീരുമാനിക്കാൻ കഴിയും ആ വിഷയത്തോടുള്ള നമ്മുടെ സമീപനം എന്താണ്. പുതിയ പുതിയ ജീവിത സാഹചര്യങ്ങളിൽ മാറി മാറി വരുന്ന പ്രശ്നങ്ങൾക്ക് വിധി പറയുമ്പോൾ നമുക്ക് ഇജ്തിഹാദുകളാവാം. അതേ പക്ഷേ ആരാധനാകർമ്മങ്ങളിൽ ഇജ്തിഹാദിനൊരു വകുപ്പില്ല. ഈ സ്വഭാവത്തിൽ ഒരു അടിസ്ഥാന ആരാധനാകർമ്മം രൂപീകരിക്കാൻ വേണ്ടി ഇജ്തിഹാദ് നടത്തുക, ഗവേഷണം നടത്തുക, അങ്ങനൊരു പരിപാടിയില്ല. അങ്ങനൊരു പരിപാടി ഉണ്ടായാൽ ഈ ദീന് തന്നെ പൊളിഞ്ഞു പോകും. ആർക്കും എന്തും ഗവേഷണം നടത്തി കണ്ടെത്താം. അപ്പൊ വളരെ കൃത്യമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വർഗത്തോട് നമ്മെ അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നതുമായ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു തന്നിരിക്കുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ റബീഉൽ അവ്വൽ, അത് ഇത്രയും ഞാൻ പറഞ്ഞത്, റബീഉൽ അവ്വൽ മാസത്തിന് മതപരമായ ഒരു പ്രാധാന്യവുമില്ല. മതപരമായ പ്രാധാന്യം പഠിപ്പിക്കേണ്ടത് ഒന്നുകിൽ ഖുർആനാണ്, അല്ലെങ്കിൽ പ്രവാചക ചര്യയാണ്. വിശുദ്ധ ഖുർആൻ 4 മാസങ്ങൾ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട പരിശുദ്ധ പവിത്ര മാസങ്ങളാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും എന്ന് പ്രയോഗിച്ചിട്ട് 4 മാസങ്ങൾ. മാസങ്ങളെ പറ്റി പറയുന്നതിന്റെ കാലഗണനയെ പറ്റിയും മറ്റുമൊക്കെ പറയുന്നതിന്റെ കൂട്ടത്തിൽ അതിൽ ആ മാസങ്ങളിൽ 4 പവിത്രങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ 3 മാസം അടുത്തടുത്തുള്ളതാണ്. 1 മാസം മറ്റു മാസങ്ങൾക്ക് ഇടയിലെ ഒരു ഒറ്റപ്പെട്ട മാസമാണ്. ആ ഒറ്റപ്പെട്ട മാസം റജബ് മാസമാണ്. റജബ്, ഷഅബാൻ, റമളാൻ. അപ്പോ റമളാനിന്റെ മുന്നേ, അതിനും മുന്നേയുള്ള റജബ് മാസമാണ്. പിന്നെ 3 മാസങ്ങളിൽ ഒന്ന് ദുൽഖഅദ്, മറ്റൊന്ന് ദുൽഹജ്ജ്, മറ്റൊന്ന് മുഹറം. ഇങ്ങനെയാണ് 4 മാസം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം നിഷിദ്ധമാക്കി പവിത്രം എന്ന് പറഞ്ഞ, പവിത്രങ്ങൾ എന്ന് പറഞ്ഞ മാസങ്ങളിൽ റബീഉൽ അവ്വൽ മാസമില്ല. പിന്നെ വേറെ ഒരു മാസത്തെ സംബന്ധിച്ചല്ല, ആ മാസത്തിലെ ഒരു രാവിനെ സംബന്ധിച്ച് 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠം എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അതറിയാം. ലൈലത്തുൽ ഖദർ അത് പരിശുദ്ധ റമളാൻ മാസത്തിലാണ്, അല്ലാതെ റബീഉൽ അവ്വൽ മാസത്തിലല്ല. റബീഉൽ അവ്വൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് 9-നാണോ അതല്ല 12-നാണോ എന്നതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. സ്വാഭാവികമായിട്ടും അത്രയും കാലങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവത്തിൽ 2 അഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മളുടെയൊക്കെ തന്നെ വല്യപ്പന്മാരുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയാൽ തന്നെ ഉണ്ടാവും അഭിപ്രായ വ്യത്യാസം. അതുകൊണ്ട് ആള് ജനിച്ചിട്ടില്ല എന്ന് വരുന്നില്ല. അതൊക്കെ കാലഗണന കണക്കാക്കുന്നതിലുള്ള ചില്ലറ വീക്ഷണ വ്യത്യാസങ്ങളാണ്. ഇപ്പൊ ഞാനത് പറയാൻ കാരണം, അത് 12-നാണ് എന്ന് വെക്കുക. എന്നിട്ട് അന്ന് രാവിലെ സുബൈക്ക് മനുഷ്യന്മാരൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് അതിപ്രഭാതത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു 4 മണിക്കും ലൗഡ് സ്പീക്കർ ഓണാക്കി വെച്ചിട്ട് അതിലൂടെ പള്ളികളിൽ നിന്നൊക്കെയും എന്തൊക്കെയോ രീതിയിലുള്ള ആരവങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ വന്ന് ഈ റബീഉൽ അവ്വലിന്റെ ഈ രാവ് ലൈലത്തുൽ ഖദറിന്റെ രാവിനേക്കാൾ, കാരണം ഈ നബില്ലെങ്കിൽ പിന്നെ എന്ത് ലൈലത്തുൽ ഖദർ? ഇങ്ങനെ യുക്തിപരമായിട്ട് സ്ഥാപിക്കാവുന്നതല്ല. പ്രവാചകന്റെ ജന്മദിനത്തിന് പവിത്രതയുണ്ടെങ്കിൽ ആ പവിത്രത അങ്ങനെ യുക്തിപരമായി സ്ഥാപിക്കാൻ പോയാൽ ദീന് തന്നെ പൊളിയും.
ഒരു സംശയമില്ല. ആർക്കും യുക്തി ഉപയോഗിച്ച് ആരാധനാ കർമ്മങ്ങളിൽ ഗവേഷണം നടത്താമെന്ന് വന്നാൽ, എന്തെങ്കിലും ഒരു ആയത്തിന്റെ തുണ്ടോ ഒരു ഹദീസിന്റെ കഷ്ണമോ ഒരു കഥയോ മതി ഒരു പ്രമാണമുണ്ടാക്കാൻ എന്ന് വന്നാൽ ഈ ദീന് തന്നെ പൊളിയും. അതുകൊണ്ട് ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, വല്ല കാര്യത്തിലും നിങ്ങൾ ഭിന്നിക്കുന്ന പക്ഷം നിങ്ങൾ അല്ലാഹുവിലേക്കും അവന്റെ ദൂതനിലേക്കും മടക്കണം. എങ്ങനെയാണെങ്കിൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ. അപ്പൊ പ്രമാണബദ്ധമായ ജീവിതം എന്ന് പറയുന്നത് അല്ലാഹുവിലും ആഖിറത്തിലും വിശ്വസിക്കുന്നവർക്ക് ഏക വഴി ഇത് മാത്രമാണ് എന്ന് ഖുർആൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോ റബീഉൽ അവ്വൽ മാസത്തിന് മതപരമായ പ്രാമാണികതയുണ്ട് എന്ന് സ്ഥാപിക്കാൻ ഒരു പ്രമാണവും നമ്മളെ അനുവദിക്കുകയില്ല. ചില കഥകളോ ആ കഥകളെപ്പോലും ദുർബലപ്പെടുത്തുന്ന റിപ്പോർട്ടുകളോ അല്ലാതെ അങ്ങനെയൊന്നും അടങ്ങാറാണ്ട ഒരു ആവശ്യവും, തെളിഞ്ഞ രേഖകൾ ജീവിതത്തിന്റെ ആധാരശിലയായി നിർണയിക്കപ്പെട്ട ഒരു സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയൊന്നും പ്രയാസപ്പെടേണ്ട ഒരാവശ്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ വിഷയത്തിന്റെ ഒരു ഭാഗമാണ്. എന്ത്? റബീഉൽ അവ്വൽ മാസത്തിന് മതപരമായ ഒരു പവിത്രതയും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അതേസമയം റബീഉൽ അവ്വൽ മാസത്തിന് ചരിത്രപരമായ വമ്പിച്ച പ്രാധാന്യമുണ്ട്. റബീഉൽ അവ്വൽ മാസത്തിന്റെ ചരിത്ര പ്രാധാന്യം ഈ ലോകത്ത് തന്നെ തുല്യതയില്ലാത്ത ഒരു വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത മഹാനുഭാവൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമുഖത്തേക്ക് പെറ്റുവീണത് ആ മാസത്തിലാണ്. ഒരു സംശയമില്ല, ആ മാസത്തിലാണ്. ആ തിരുദൂതർ ഇഹലോകത്തോട് വിട പറഞ്ഞതും റബീഉൽ അവ്വലിലാണ്. ആ തിരുദൂതർ മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്തതും റബീഉൽ അവ്വൽ മാസത്തിലാണ്. 3 മഹാസംഭവങ്ങൾ. ഈ 3ഉം ചരിത്രപരമായി വമ്പിച്ച പ്രാധാന്യമുള്ള സംഭവങ്ങളാണ്. ഒന്ന് പ്രവാചകന്റെ ജനനമാണ്, മറ്റേത് പ്രവാചകന്റെ ദേഹവിയോഗമാണ്, മൂന്നാമത്തത് ഹിജ്റയാണ്. ഇത്രയും വമ്പിച്ച 3 സംഭവങ്ങൾക്ക് സാക്ഷിയായ ഒരു മാസം നമ്മുടെ മുമ്പിൽ വരുമ്പോ നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് മഹാന്മാരുടെ ജനന മരണ സന്ദർഭങ്ങളിൽ അവരെ അനുസ്മരിക്കുക എന്ന ഒരു നാട്ടു നടപ്പുണ്ട് നമ്മുടെ നാട്ടിൽ. ആ നാട്ടു നടപ്പനുസരിച്ചും പരിഗണിച്ചും ഈ ഒരു സന്ദർഭത്തെ പ്രവാചകചര്യ പരിചയപ്പെടുത്താനും പ്രവാചകചര്യയിലേക്ക് ആളുകളെ അടുപ്പിക്കാനും പ്രവാചകചര്യയുടെ കാലിക പ്രസക്തി വിളിച്ചോതാനുമൊക്കെ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ അതിലൊരു തെറ്റുമില്ല. അപ്പൊ റബീഉൽ അവ്വൽ മാസത്തിന് മതപരമായ പവിത്രതയുണ്ടെന്ന് കരുതിക്കൊണ്ട് പ്രത്യേകം പുണ്യം പ്രതീക്ഷിച്ച് പറയുന്നതും ചൊല്ലുന്നതും ചെയ്യുന്നതുമൊക്കെ പുതിയ കർമ്മങ്ങൾ സൃഷ്ടിക്കുക അഥവാ ബിദ്അത്ത് എന്ന ഇനത്തിൽപ്പെട്ടതാണ്. അതിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് നിലകൊള്ളാനാണ് സത്യവിശ്വാസികൾ ശ്രമിക്കേണ്ടത്. ന്യായീകരിച്ചും വ്യാഖ്യാനിച്ചും ഗവേഷണം നടത്തിയും കണ്ടെത്തേണ്ടതല്ല പുണ്യം തേടിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം എന്നത് നമ്മൾ ഗൗരവത്തിൽ ഓർക്കേണ്ടതാണ്. അതേസമയം റബീഉൽ അവ്വൽ മാസത്തിന് ചരിത്രപരമായ വമ്പിച്ച പ്രാധാന്യമുണ്ട് എന്ന് സൂചിപ്പിച്ചു. ആ ചരിത്ര പ്രാധാന്യത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടുകാരുടെ മുമ്പിൽ ഈ പ്രവാചകനെ അവതരിപ്പിക്കാൻ, ഈ നാട്ടുനടപ്പില്ലായിരുന്നെങ്കിൽ പല ചരിത്ര പുരുഷന്മാരും ചരിത്രത്തിന്റെ തന്നെ ഭാഗമായി തീർന്നിട്ടുണ്ടാകും. ഏത് നാട്ടുനടപ്പില്ലെങ്കിൽ മഹാന്മാരുടെ ജനന മരണ സന്ദർഭങ്ങളിൽ അവരെ അനുസരിക്കുന്ന ഒരു കീഴ്വഴക്കം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് പല മഹാന്മാരുടെയും പേരുകൾ നമ്മൾ ഇപ്പോഴും ഓർക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു ഗതികേടുള്ള ഒരു നേതാവല്ല. ആ റസൂലിന്റെ പേര് ഓർക്കാതെ, ആ റസൂലിന്റെ പേര് ഓർക്കാതെ, ആ തിരുദൂതരുടെ പേര് ഓർക്കാതെ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ ഒരു നിമിഷവും മുന്നോട്ട് പോവുകയില്ല. അന്ന് ചുരുങ്ങിയത് നമ്മൾ നമസ്കരിക്കുന്നുണ്ട്. അപ്പൊ നമസ്കാരത്തിൽ, അതിന്റെ ബാങ്കിൽ, അതിന്റെ ഇഖാമത്തിൽ, ആ നമസ്കാരത്തിന്റെ സ്വലാത്തിൽ ഇങ്ങനെ തുടങ്ങിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസ്മരിക്കാതെ, ആ നാമധേയം ഉച്ചരിക്കാതെ നമ്മുടെ ഇസ്ലാമിക ദൈനംദിന ജീവിതത്തിന്റെ ഇസ്ലാമിക ചര്യകൾ തന്നെ പൂർത്തീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് ജന്മദിനത്തിനൊരു ഗവൺമെന്റ് അവധി കിട്ടാതെ പോയാൽ ആള് ചരിത്രത്തിൽ നിന്ന് തിരോഭവിക്കപ്പെടും എന്ന ആദിയോ എന്ന പേടിയോ ഒന്നും നമുക്കാർക്കുമില്ല. പക്ഷെ നാട്ടു നടപ്പനുസരിച്ച് ഇങ്ങനെ മഹാന്മാരുടെ ചരിത്ര ജനന മരണ സന്ദർഭങ്ങളെ അവരെ അനുസ്മരിക്കുന്നതിന് വേദിയാക്കുന്ന ഒരു ശീലമുണ്ട്. പ്രത്യേകം പുണ്യമൊന്നും പ്രതീക്ഷിക്കാതെ എല്ലാ മാസത്തിലും റസൂലിനെ കുറിച്ച് പറഞ്ഞാൽ കിട്ടുന്നത് തുല്യമായ പ്രതിഫലമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ഈ നാട്ടുകാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാൻ. അറബിയിൽ ബൈത്തും ചൊല്ലി അങ്ങാടി കൂടി പോയിട്ടൊരു കാര്യമില്ല.
ഈ നാട്ടുകാർക്ക് തിരിയണോ എന്താണ് ഈ കൗമ പറയണത്? കാരണം നമ്മളിൽ ചുരുങ്ങി കുറച്ച് അടയാളങ്ങളും കുറച്ച് കളറുകളും കുറച്ച് നമ്പറുകളും ഒക്കെയുള്ള നമ്മളിൽ ഒതുങ്ങി ചുരുങ്ങി നിൽക്കുന്ന ഒരു കൂട്ടരല്ല. റസൂലുള്ളാഹിനെ പറ്റി തന്നെ അള്ളാഹു പറയുന്നത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകാനുഗ്രഹിയാണ് ഈ റസൂൽ. എന്താണ് ആ അനുഗ്രഹം എന്ന് ഈ ലോകർ അറിയണ്ടേ? എങ്ങനെയാണ് ഈ അനുഗ്രഹം ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ ലോകത്ത് അത്ഭുതം സൃഷ്ടിച്ചത് എന്ന് മനുഷ്യർക്ക് മനസ്സിലാവണ്ടേ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ, താങ്കളെ നാം എല്ലാ ജനങ്ങളിലേക്കും സന്തോഷവാർത്ത അറിയിക്കുന്നവനും താക്കീതുകാരനുമായിട്ടാണ് അയച്ചത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ സന്തോഷവാർത്ത എന്താണ്? ആ താക്കീത് എന്താണ്? ഇത് ഈ നാട്ടിലെ മനുഷ്യർക്ക് മനസ്സിലാവണ്ടേ? അതിന് പറ്റുന്ന വാക്കിൽ, അതിന് പറ്റുന്ന പ്രയോഗത്തിൽ ഈ കേരളീയ സമൂഹത്തിന്റെ മനോനില മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ മാനസിക പരിസരങ്ങളെ അടുത്തറിഞ്ഞുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഈ പ്രവാചകനെ പരിചയപ്പെടുത്താൻ റബീഉൽ അവ്വൽ പ്രയോജനപ്പെടുത്തുന്നതിനെ ആക്ഷേപിക്കേണ്ടതില്ല. ഇതാണ് നമ്മുടെ നിലപാട്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, റബീഉൽ അവ്വൽ മാസത്തിന് മതപരമായ ഒരു പവിത്രതയുമില്ല, എന്നാൽ ചരിത്രപരമായ വമ്പിച്ച പ്രാധാന്യമുണ്ട്. ഇത് ഒന്ന് മറ്റൊന്നിനെ ദുർബലപ്പെടുത്തുന്നതല്ല. ഇതിൽ ഈ ചരിത്ര പ്രാധാന്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ നമ്മളുടെ ചുമലിൽ നേരത്തെ തന്നെ വന്നു ചേർന്ന ഒരു ബാധ്യതയുടെ നിർവഹണത്തിന് വല്ല സാധ്യതയുമുണ്ടെങ്കിൽ അതൊരു പിടിവാശിയുടെ പേരിൽ വേണ്ടെന്ന് വെക്കേണ്ട കാര്യമില്ല. റബീഉൽ അവ്വൽ റസൂലിനെ കുറിച്ച് മുണ്ടൂല ഞങ്ങള് എന്ന തലത്തിലൊരു വാശിയും നമുക്ക് ആവശ്യമില്ല. ഇതിന്റെ ഇടയിൽ ഒരു സന്തുലിത നിലപാടാണ് മുസ്ലിം ഉമ്മത്തിന് കർണീയമായിട്ടുള്ളത് എന്ന് മാത്രമാണ് ഇപ്പൊ ആ വിഷയത്തിൽ ഞാൻ പറയുന്നത്. റസൂലിനോടുള്ള ഹുബ്ബ് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. ആ ഹുബ്ബ് പ്രകടിപ്പിക്കാൻ എന്താ മാർഗം? സ്നേഹം എന്ന് പറഞ്ഞത് ഉമ്മയെ സ്നേഹിക്കുമ്പോഴല്ല ഭാര്യയെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ സ്നേഹിച്ചാൽ പോരാ. ഭാര്യയെ സ്നേഹിക്കുന്നത് പോലെ അല്ല പെങ്ങളെ അല്ലെങ്കിൽ സഹോദരിമാരെ സ്നേഹിക്കുന്നത്. സ്നേഹം ആളുകൾക്കനുസരിച്ച് വ്യത്യസ്തമാണ് എന്നാണ് അതിന്റെ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ സ്നേഹിക്കണം എന്നതിൽ ഒരു പെരുവഴിയിലാക്കിയിട്ടല്ല അള്ളാഹ് നമ്മളെ വിട്ടിട്ടുള്ളത്. ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ എന്നെ പിൻപറ്റുവിൻ എന്നൊരു പ്രസ്താവന ഉണ്ടല്ലോ ഖുർആനിൽ. അള്ളാഹുവിനെ സ്നേഹിക്കാനുള്ള മാർഗം പ്രവാചകനെ പിൻപറ്റലാണ്. പ്രവാചകനെ സ്നേഹിക്കാനുള്ള മാർഗം പ്രവാചകന്റെ ചര്യ പിൻപറ്റലാണ്. ആ പ്രവാചകനോടൊപ്പം അവതീർണമായ പ്രകാശത്തെ പിൻപറ്റുക. ഈ ഇത്തിബാണ് ഹുബ്ബിന്റെ അടിസ്ഥാനം. അല്ലാതെ വെറുതെ ഹുബ്ബ് എന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഹുബ്ബ്, പ്രവാചക സ്നേഹം ആവശ്യമാണെന്നല്ല, അനിവാര്യമാണ്. അതൊരു സത്യവിശ്വാസിയുടെ ഈമാനിന്റെ എത്രത്തോളം ഹദീസിൽ വന്നു എന്ന് ചോദിച്ചാൽ, ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ധാരാളം കേൾക്കുന്ന ഒരു റിപ്പോർട്ടുണ്ടല്ലോ, നിങ്ങളിൽ ഒരാളും തന്നെ സത്യവിശ്വാസികളാവുകയില്ല, നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും സ്വന്തം മുഴുവൻ മാലോകരെക്കാളും ഞാൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവനായിട്ട് ആയിത്തീരുന്നതുവരെ. തീർച്ചയായിട്ടും അത് സത്യമാണ്. അത്രയും ഹുബ്ബ് വേണം. ആ ഹുബ്ബ് ആ പ്രവാചകനെ ചാണിന് ചാൺ മുഴത്തിന് മുഴം പിൻപറ്റാനുള്ള പ്രചോദനവും പ്രേരണയുമായിരിക്കണം. പ്രവാചക ചര്യയിൽ നിന്ന് അകന്ന് സഞ്ചരിക്കാനല്ല, പ്രവാചകന്റെ പാതയിലൂടെ ഉൾച്ചേർന്ന് മുന്നോട്ട് പോകാൻ. ഇത് റബീഉൽ അവ്വൽ മാസത്തിനും ബാധകമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ടാമത്തെ കാര്യത്തെക്കുറിച്ച് പറയാം. കേരളീയ സമൂഹം പൊതുവായിട്ട് ആഘോഷിക്കുന്ന ഈ ആഘോഷത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, അതിന്റെ പിന്നിലുള്ള ഐതിഹ്യങ്ങളും മിത്തുകളും പരിശോധിക്കുമ്പോൾ ഹൈന്ദവ സമൂഹത്തിന്റെ വിശ്വാസാചാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളൊരു പള്ളി മെമ്പറിൽ വെച്ച് ഇങ്ങനത്തെ ഒരു ആഘോഷത്തിന്റെ പിന്നാമ്പുറം ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ ഇതിനെപ്പറ്റി വർഗീയത പറയുന്നു എന്ന് പറയുന്നവരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, വളരെ സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം. നമ്മുടെ നാട്ടില് ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പാർട്ടി കോൺഗ്രസ് നടത്താറുണ്ട്. അപ്പൊ കോൺഗ്രസ് പാർട്ടിക്കാരോട് നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ പാർട്ടി കോൺഗ്രസ് നടത്താത്തതെന്ന് ചോദിച്ചാൽ പോലെന്താ മറുപടി പറയാം? അത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ രീതിയാണ്. അത് അങ്ങനെ ഒരു പാർട്ടി, ഒരു രാഷ്ട്രീയ പാർട്ടി മറ്റേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ആചാര സമ്പ്രദായത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയാൽ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ലെങ്കിൽ അതുപോലെ ഇത്തരം മതമേഖലയിലെ പ്രസ്താവനകളെയും നമ്മൾ കാണണം. അത് മതമാണ്, ഇത് രാഷ്ട്രീയമാണ് എന്ന് ഇവരെയൊക്കെ ആരാ പഠിപ്പിച്ചത്? നമ്മളുടെ കാഴ്ചപ്പാടിൽ അത് മതം, ഇത് രാഷ്ട്രീയം എന്ന വിഭജനത്തിന് തന്നെ ഒരു പ്രസക്തിയുമില്ല. ഇതെല്ലാം കൂടിയതാണ് ജീവിതം.
ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണെന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, മനുഷ്യന്റെ ജീവിതം തന്നെ അങ്ങനെയാണ്. ഇവിടെ മതം വേറെ രാഷ്ട്രീയം വേറെ എന്ന് സിദ്ധാന്തിക്കുന്നവർക്ക് ആർക്കെങ്കിലും എന്റെ ജീവിതത്തിന്റെ ഇത്ര സമയം ഞാൻ മതത്തിലാണെന്നും ഇത്ര സമയം രാഷ്ട്രീയത്തിലാണെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയിറക്കമില്ലാത്ത വിധം വിഭജിച്ചു കാണിക്കാൻ കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല. ഇതൊക്കെ ഇടകലർന്ന് കിടക്കുകയാണ്. ബാബരി മസ്ജിദ് പ്രശ്നം ഒരു മതത്തിന്റെ പ്രശ്നമാണ്. ഒന്നിലധികം ഗവൺമെന്റുകൾ അധികാരത്തിൽ വന്നതും ഒന്നിലധികം ഗവൺമെന്റുകൾ അധികാരത്തിൽ നിന്ന് പോയതും അതിന്റെ പേരിലാണ്. ഇതാണ് നമ്മുടെ നാട്ടിൽ തന്നെ അനുഭവം. അതുകൊണ്ട് മതവും രാഷ്ട്രീയവും വേറെ വേറെയാക്കിയിട്ട് രാഷ്ട്രീയക്കാര് രാഷ്ട്രീയത്തിൽ എന്തു പറഞ്ഞാലും സൗഹാർദ്ദം നിലനിൽക്കും. മതക്കാര് മതത്തിന്റെ അവരുടെ അടിത്തറ പറഞ്ഞാൽ തന്നെ നാട്ടിൽ കുഴപ്പമുണ്ടാവും. ഇത് മതേതരവാദികൾ സൃഷ്ടിച്ചുവിട്ട ഒരു വ്യാജമായ പ്രചാരണമാണ്. നമ്മളതിനെ മുഖവിലക്കെടുക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രയേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ, ഇസ്ലാം ഈ ഭൂമിയിൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യരും അള്ളാഹുവിന്റെ ഖലീഫമാരാണ്. ഖലീഫ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രതിനിധി എന്നർത്ഥം പറയാം. അള്ളാഹുവിന്റെ ഖലീഫ എന്ന് പറയുമ്പോൾ പ്രതിനിധി എന്നർത്ഥം പറയാം. റസൂലിന്റെ ഖലീഫ എന്ന് പറയുമ്പോൾ സിദ്ദീഖുൽ അക്ബറിനെ പറ്റി പിൻഗാമി എന്നും അർത്ഥം പറയാം. ഈ രണ്ടർത്ഥവും ഭാഷയിലുണ്ട്. ഇരിക്കട്ടെ. അപ്പൊ മനുഷ്യൻ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഖലീഫയാണ്, അഥവാ പ്രതിനിധിയാണ്. ആ പ്രാതിനിധ്യം യഥാവിധി നിർവഹിക്കണമെങ്കിൽ എന്താ പ്രതിനിധി ചെയ്യേണ്ടത്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആര്? ഇത് നോക്കാനാണ്. സ്വന്തം നിലയ്ക്ക് ഇന്നതാണ് സൽക്കർമ്മം എന്ന് കണ്ടെത്തിയിട്ട് അത് ഏറ്റവും നന്നായി ചെയ്യുന്നതിനെ പറ്റിയല്ല ഈ പറയുന്നത്. നമ്മളെ ഈ ഭൂമുഖത്തേക്ക് ഒരുത്തൻ ഒരു പരീക്ഷാ ഹാളിലേക്ക് വിട്ടതാണെങ്കിൽ ആ പരീക്ഷാ ഹാളിലേക്ക് വിട്ടവൻ ഈ പരീക്ഷാ ഹാളിന് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊക്കെ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ നിശ്ചയിക്കുന്ന സമയമല്ല, റബ്ബ് നിശ്ചയിച്ച സമയമാണ്. അപ്പൊ ലോകം മുഴുവനും ഒരു പരീക്ഷാ ഹാളാണ്. ഈ പരീക്ഷാ ഹാളിലേക്ക് നമ്മളെ പരീക്ഷാർത്ഥികളാക്കിയിട്ട് അള്ളാഹു വിട്ടു. എന്നിട്ട് ഇങ്ങനത്തെ ഒരു റബ്ബ് ആ പരീക്ഷയ്ക്കൊരു നിർദ്ദിഷ്ട സിലബസ് കണ്ടില്ല. ആർക്കും എന്ത് സിലബസുമാകാം. ഇത് ഒരു ലോജിക്കിനും ഒരു യുക്തിക്കും ഒരിക്കലും യോജിക്കാത്ത ഒന്നാണ്. റബ്ബ് തന്നെ ഈ പരീക്ഷാ ഹാൾ ഡിസൈൻ ചെയ്തു. റബ്ബ് തന്നെ എന്താണ് പരീക്ഷണത്തിന്റെ സിലബസ് എന്ന് തീരുമാനിച്ചു. ഓരോരുത്തർക്കും എത്ര സമയം എന്ന് നിശ്ചയിച്ചു. അതുകൊണ്ട് മരണവും ജീവിതവും ഉണ്ടല്ലോ. ഇത് നിശ്ചയിച്ചിട്ടുള്ളത് എന്തിനാണ്? ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവനാര് എന്ന് നോക്കാനാണ്. ഇതാണ് പരീക്ഷണം. ഇത് നിർബന്ധിതമായിട്ടൊരു ഒരച്ചിൽ, മൃഗങ്ങളെ പോലെ, മൃഗങ്ങളിൽ ഒരു അത്യാവശ്യ ധാർമ്മിക ബോധം അവരുടെ സൃഷ്ടിപ്പിൽ തന്നെ നിലീനമാണ്. അവറ്റങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ബോധം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന്റെ കുട്ടി അത് വിസർജിച്ചത് ഭക്ഷിച്ചെന്ന് വരും. ഒരു പൂച്ചയുടെയോ കോഴിയുടെയോ അല്ലെങ്കിൽ മറ്റു ഒരു ജീവിയുടെ കുഞ്ഞും അത് വിസർജിച്ചത് എന്നല്ല വേറൊന്ന് വിസർജിച്ചതും അത് ഭക്ഷിക്കില്ല. ഭക്ഷിക്കാൻ പറ്റണത് എന്താ പറ്റാത്തത് എന്താന്നുള്ളതിന് അവറ്റങ്ങൾക്ക് പ്രകൃത്യാ തന്നെ ഒരു മോറൽ കോഡ് അവരുടെ സൃഷ്ടിപ്പിൽ തന്നെ ഉൾച്ചേർത്ത് വെച്ചിരിക്കുകയാണ് റബ്ബ് എന്ന് നമുക്ക് കരുതാം. മനുഷ്യൻ അങ്ങനെയല്ല, അത് അഡീഷണൽ കൊടുക്കണം. ചെറുപ്പകാലത്ത് മാതാവോ വേണ്ടപ്പെട്ടവരോ നോക്കണം. വലുതാകുമ്പോ അവൻ സ്വന്തം വിസർജം ഭക്ഷിക്കില്ല, പക്ഷേ മറ്റൊരുത്തന്റെ ധനം ഭക്ഷിച്ചു എന്ന് വരാം അന്യായമായിട്ട്. അപ്പൊ നോ എന്ന് പറയാൻ അവിടെ ഒരാളുടെ ആവശ്യമുണ്ട്. ഈ ദൗത്യമാണ് മതം നിർവഹിക്കുന്നത്. അപ്പൊ സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടുണ്ട് മനുഷ്യർക്ക്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ട് എന്താണ് റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ ഒരൊറ്റ ഉമ്മത്താക്കുമായിരുന്നു. അള്ളാഹ് ഒരു പണിയില്ല. എല്ലാ പൂച്ചകൾക്കും എല്ലാ കോഴികൾക്കും എല്ലാ പറവകൾക്കും അവരവരുടേതായ ഒരു ജീവിത രീതിയിൽ മുന്നോട്ട് പോകാൻ ആവശ്യമായ വിവരങ്ങൾ ഉൾച്ചേർത്ത് അവയെ സൃഷ്ടിച്ചതുപോലെ അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള ഒരു വിവേകം ഉൾച്ചേർത്തിട്ട് മനുഷ്യനെ സൃഷ്ടിക്കാം, എല്ലാ മനുഷ്യനെയും. പിന്നെ അവിടെ നിഷേധി വിശ്വാസി ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അത് അള്ളാഹ് വിചാരിച്ചാൽ കഴിയും, പക്ഷെ അള്ളാഹ് അങ്ങനെ വിചാരിച്ചിട്ടില്ല. വലാ യസാലൂന മുഖ്തലിഫീൻ, അവർ ഭിന്നിച്ചുകൊണ്ടേയിരിക്കും. വലിദാലിക ഖലഖഹും ഇല്ലാ മൻ റഹിമ റബ്ബുക്, അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അപ്രകാരത്തിലാണ്. ഭിന്നിക്കാനുള്ള സ്വാതന്ത്ര്യം, വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം, വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഖിലാഫത്ത് നിർവഹണത്തിന്റെ താല്പര്യത്തിൽപ്പെട്ടതാണ്. ഈ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിയിട്ട് പലരും പലതുമായി. ഈ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി ഹിന്ദുവാകുന്നുണ്ട്, ക്രിസ്ത്യാനിയാവുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് ആവുന്നുണ്ട്, വേറെ പാർട്ടിക്കാരാവുന്നുണ്ട്, പലരും പലതുമാകുന്നുണ്ട്. അതൊക്കെ അത്രയും വിശാലതയിൽ പ്രയോജനപ്പെടുത്താൻ റബ്ബ് അനുവദിച്ചതാണ്. ആ ഒരടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതര മതങ്ങളെ കാണുന്നത്.
അതുകൊണ്ട് നമുക്ക് അവരോട് പ്രത്യേകം ഒരു ശത്രുത ഉണ്ടാവേണ്ട കാര്യമില്ല. പടച്ചവൻ നൽകിയ സ്വാതന്ത്ര്യം അവരുപയോഗപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷെ നമുക്ക് അവരോട് ഗുണകാംക്ഷയോടുകൂടി പറയാം, നിങ്ങൾ ഈ ഉപയോഗപ്പെടുത്തിയ സ്വാതന്ത്ര്യം ഇങ്ങനെ പ്രയോജനപ്പെടുത്താനല്ല റബ്ബ് തന്നത്. ആ നാഥനെ അറിഞ്ഞ് അവനെ മാത്രം അംഗീകരിച്ച് അവനെ യജമാനനായി സ്വീകരിച്ച് അവന്റെ വിധിക്കൊത്ത് ജീവിക്കാനാണ്. മറിച്ചാണ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ അതിന് ഇന്ന വരും വരായികൾ ഉണ്ടാവും ഭാവിയിൽ, ഇന്ന ഭവിഷ്യത്തുകൾ ഉണ്ടാകും ഭാവിയിൽ എന്ന് നമ്മൾ ഗുണകാംക്ഷയോടുകൂടി അവിടെ പറയേണ്ടതായിട്ടുണ്ട്. ഇതാണ് ഈ ഇൻദാർ തബ്ശീർ അഥവാ സന്തോഷ വാർത്ത, മുന്നറിയിപ്പ് എന്നൊക്കെ പ്രവാചകനോട് ചേർത്ത് പറഞ്ഞ ആ കാര്യത്തിന്റെ ഉദ്ദേശ്യം. അപ്പൊ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത്, പടച്ചവൻ മനുഷ്യർക്ക് കൊടുത്ത ഒരു സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിയിട്ടാണ് മതവിഭാഗങ്ങളും സമൂഹങ്ങളും സംഘങ്ങളും വ്യത്യസ്തമായി തീർന്നിട്ടുള്ളത്. അങ്ങനെ വരുമ്പോ അവരുടെ ഓരോ കൂട്ടരുടെയും ആചാരങ്ങൾക്ക് അവരവരുടെ അടുക്കൽ ന്യായമുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവും റസൂലും കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ആ കൃത്യമായി പഠിപ്പിച്ച ആഘോഷങ്ങളിൽ പെടാത്ത വേറെ ഒരു ആഘോഷം, അതിന്റെ വിശ്വാസത്തിന്റെ ഫ്രെയിമിൽ ചേരാത്ത മറ്റൊരു വിശ്വാസം ഇത് ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ഒരു മതത്തിനും ഭൂഷണമായ കാര്യമല്ല. അങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ളത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പതാക ദിനം ആഘോഷിക്കുന്ന ദിവസം കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളും അത് സ്വീകരിക്കാറുണ്ടോ? ഇല്ലല്ലോ. അവർക്ക് ഇഷ്ടപ്പെട്ട പതാക ദിനമോ അവരുടെ പരിപാടിയോ നടത്തും. മറ്റുള്ളവർ അവർക്ക് ബോധിച്ചതും അവർക്ക് ഇഷ്ടപ്പെട്ടതുമായ കാര്യങ്ങൾ നടത്തും. ഇതുപോലെ മതത്തെയും കാണാൻ നമുക്ക് കഴിഞ്ഞാൽ മതി, വേറൊരു പ്രശ്നമില്ല. മുസ്ലിം സമൂഹത്തിന് അവരുടേതായ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം അവരുടെ അഖീദ, അവരുടെ ആദർശവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ആ ആദർശത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി സിബ്ഗത്തുള്ള എന്ന് ഖുർആൻ പ്രയോഗിച്ചല്ലോ, അള്ളാഹുവിന്റെ വർണ്ണം, ഏറ്റവും നല്ല വർണ്ണം, അള്ളാഹുവിനേക്കാൾ നല്ല അള്ളാഹുവിനെ സ്വീകരിക്കുക എന്നതിനേക്കാളേറെ ഏറ്റവും നല്ല വർണ്ണം സ്വീകരിച്ചവനാരാണ്? അപ്പൊ ഇസ്ലാമിക ജീവിതത്തിന്റെ ആധാരശില തൗഹീദിൽ അധിഷ്ഠിതമാണ്. തൗഹീദിൽ അധിഷ്ഠിതമായ ആധാരശിലയിൽ മുന്നോട്ട് പോകുന്ന, വിശ്വാസം വെച്ചു പുലർത്തി മുന്നോട്ട് പോകുന്ന ഒരു സംഘത്തിന് അവരുടെ നാട്ടിലുള്ള ഏതൊരു കൂട്ടരോടും കൊള്ളക്കൊടുക്കുകൾ സാധ്യമാവണം. അത് ഇതിന്റെ അനിവാര്യ താല്പര്യത്തിൽപ്പെട്ടതാണ്. ബന്ധങ്ങൾ സ്ഥാപിക്കണം, ബന്ധങ്ങൾ മുറിച്ചു കളയുകയല്ല. ഈ വിശദാംശങ്ങളിലേക്ക് പോകാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുങ്ങിയ വാചകങ്ങളിൽ പറയാം. ഇന്ന് നമ്മുടെ നാട്ടിൽ മനുഷ്യരെ തമ്മിൽ തെറ്റിക്കാൻ, എന്നിട്ട് അവർക്കിടയിൽ മതിലുകൾ പണിയാൻ, അവരുടെ ഉള്ളിലുള്ള പരസ്പര ആദാന പ്രദാനങ്ങളുടെ പാലങ്ങൾ തകർക്കാൻ കൊണ്ടുപിടിച്ച ശ്രമം നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനത്തെ ഒരു നാട്ടിലെ ഒരു ബഹുസ്വര സമൂഹത്തിലെ മുസ്ലിം എന്ന നിലക്ക് സഹോദര സമുദായ അംഗങ്ങളുടെ സന്തോഷവേളകളും സന്താപവേളകളും വേളകളിലും അവരോടൊപ്പം പങ്കിട്ട് അതിൽ പങ്കുചേർന്ന് ഈ മതിലുകൾ തകർക്കാനും പാലം പണിയാനും നമ്മൾ ശ്രമിക്കണം. അത് ആഘോഷങ്ങൾക്കൊക്കെ ബാധകമാണ്. അതിന് നമ്മൾ ഓണം ആഘോഷിക്കേണ്ടതില്ല. ഓണം ആഘോഷിക്കുന്നവരോട് സൗഹൃദത്തിൽ പങ്കുചേരാൻ പറ്റുന്ന ഇടങ്ങൾ എവിടെയോ അത് പ്രയോജനപ്പെടുത്തിയാൽ മതി. നമ്മൾ ഇഫ്താറിന് അവരെ വിളിക്കാറുണ്ട്, പക്ഷെ നോമ്പ് പിടിച്ചിട്ട് വരണം എന്ന് നമ്മൾ കൽപ്പിക്കാറില്ല. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ചിലർ നോമ്പെടുക്കും അവരുടെ ഒരു ആരോഗ്യ പരിരക്ഷ കൂടി പരിഗണിച്ചിട്ട്. പക്ഷെ ആ ഇഫ്താറിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ മനസ്സെന്താണ്? അകലങ്ങൾ കുറക്കുക എന്നുള്ളതാണ്. അവരുടെ ഓണസദ്യയിൽ ഹലാലായ ഭക്ഷണങ്ങളാണെങ്കിൽ അതിലൊക്കെ നമുക്ക് പങ്കെടുക്കാം എന്ന് വരുന്നത് ഈ അകലങ്ങൾ കുറക്കുക, സമുദായങ്ങൾക്കിടയിൽ അകലങ്ങൾ വർദ്ധിപ്പിക്കാനും തമ്മിൽ തെറ്റിപ്പിക്കാനും അങ്ങനെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് മുതലെടുക്കാനും ശ്രമിക്കുന്ന തൽപര കക്ഷികളുള്ള ഒരു നാട്ടിൽ അതുകൂടി പരിഗണിച്ചിട്ടേ നമ്മൾ നിലപാടെടുത്തുകൂടൂ. അപ്പൊ ഇതര മതസ്ഥരുടെ ആഘോഷ പരിപാടികളോട് നമ്മൾ സഹകരിക്കുന്നതിന്റെ അടിസ്ഥാനം മതിലുകൾ തകർക്കുക, പാലം പണിയുക എന്നുള്ളതാണ്. എന്തൊക്കെ ബന്ധങ്ങളെ അള്ളാഹു കൂട്ടിയോജിപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടോ അതിനെയൊക്കെ കൂട്ടിച്ചേർക്കുക, വിളക്കി ചേർക്കുക. അല്ലാതെ മനുഷ്യന്മാരോടുള്ള ബന്ധം അറുത്തുമുറിച്ച് കളയുകയല്ല. അതിന് പക്ഷേ നമ്മളുടെ വിശ്വാസത്തിന്റെയും നമ്മുടെ ആദർശത്തിന്റെയും തേട്ടത്തിന് വിരുദ്ധമായ ആചാര സമ്പ്രദായങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടതില്ല. അങ്ങനെ ഏറ്റെടുത്താലേ സൗഹൃദമാകൂ എന്നാണെങ്കിൽ ഞാൻ ആവർത്തിച്ചു ചോദിക്കുന്നു, ഇവിടത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പതാക ദിനത്തിന്റെ അന്ന് ഇവിടത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും അതേ കാര്യം ചെയ്യുന്നുണ്ടോ? അതേ ചെങ്കൊടി അവരുടെ ഓഫീസിൽ അവരും സൗഹൃദാവട്ടെ എന്ന് കരുതിയിട്ട് കോൺഗ്രസുകാർ ത്രിവർണ്ണ പതാക മൂവർണ്ണ പതാക മാറ്റിവെച്ചിട്ട് ഇടതുപക്ഷത്തിന്റെ ഒരു മഹാസമ്മേളനം നടക്കുമ്പോൾ അതിനോടുള്ള ഒരു ഐക്യദാർഢ്യം എന്ന നിലക്ക് ആ ചെങ്കൊടി അവരുടെ ഓഫീസിൽ അവർ കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ.
അങ്ങനെ കെട്ടുന്നില്ല എന്നതൊരു തകരാറായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ? അതുമില്ലല്ലോ. ഇവർക്ക് ഇവരുടേതായ വിശ്വാസം, ഇവരുടേതായ ദർശനം, ഇവരുടേതായ പ്രത്യയശാസ്ത്രം, ഇവരുടേതായ കൊടി, ഇവരുടേതായ മുദ്രാവാക്യം. ഈ പറഞ്ഞതൊക്കെ അവർക്കും അവരുടേതായ സിദ്ധാന്തം, അവരുടേതായ ദർശനം, അവരുടേതായ കൊടി, അവരുടേതായ മുദ്രാവാക്യം. ഇത് രണ്ടും രണ്ടായി നിൽക്കുമ്പോൾ തന്നെയുള്ള പൊതു സഹകരണമാണ് രാഷ്ട്രീയത്തിലെങ്കിൽ അവരവരുടെ വിശ്വാസാചാരങ്ങൾ രണ്ടും രണ്ടായി അവരനുഷ്ഠിച്ചുകൊണ്ട് തന്നെയുള്ള സഹകരണമാണ് മതത്തിലും എന്ന് പറയാൻ എന്താ പ്രയാസം? മതത്തിൽ എന്ത് പറഞ്ഞാലും കുഴപ്പം, രാഷ്ട്രീയക്കാരെന്ത് ചെയ്താലും തകരാറ് ഇല്ല എന്ന് പറയുന്നത്, ഞാൻ ആവർത്തിച്ചു പറയുന്നു, മതേതരവാദികൾ സൃഷ്ടിച്ചുവിട്ട ഒരു വ്യാജമായ ഒരു തത്വം മാത്രമാണ്. അതിന് ശരിവെക്കേണ്ട ഒരാവശ്യവും നമുക്കില്ല. ചുരുക്കി പറയാം, നമ്മളുടെ അഖീദയിൽ വിശ്വസിക്കുന്നു, നമ്മളുടെ പ്രമാണമനുസരിച്ച് ജീവിക്കുന്നു, നമ്മളുടെ ആചാരങ്ങൾ മാത്രം അനുഷ്ഠിക്കുന്നു. സഹോദര സമുദായങ്ങൾക്ക് അവരുടെ വിശ്വാസത്തിൽ നിലകൊള്ളാനും അവരുടെ ആഘോഷങ്ങൾ ആചരിക്കാനും അവരുടെ അനുഷ്ഠാനങ്ങൾ നിലനിർത്താനുമുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് നന്മയിൽ പങ്കെടുക്കാൻ കഴിയുന്ന വിധം ഇതിലെവിടെയാണോ യോജിപ്പിന്റെ തലമുള്ളത് അതിൽ നമ്മളായി നിന്നുകൊണ്ട് സഹകരിക്കുന്നു. ഇതാണ് ഇസ്ലാം മുസ്ലിം ഉമ്മത്തിന് ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് സ്വീകരിക്കാൻ പറ്റുന്ന കാഴ്ചപ്പാട് എന്നാണ് നമ്മുടെ അഭിപ്രായം. അപ്പോ അത് അവരവരുടെ വിശ്വാസത്തോടൊരു അതിലൊരു ആത്മവിശ്വാസവും മനോധൈര്യവും ഉണ്ടാവുമ്പോൾ നടക്കുന്ന കാര്യമാണ്. ഞാൻ നിലകൊള്ളുന്നത് തന്നെ ഹക്കിലല്ല, ഞാൻ നിലകൊള്ളുന്നത് തന്നെ സത്യത്തിലല്ല എന്നാണ് ഒരാൾ കരുതുന്നതെങ്കിൽ അയാൾക്ക് എവിടെയുള്ളതും വാരി പുണരാൻ തോന്നിപ്പോകും. അതാണ് പ്രശ്നമെങ്കിൽ അത് നമ്മുടെ അഖീദയുടെ, നമ്മുടെ വിശ്വാസത്തിന്റെ, നമ്മുടെ ആദർശത്തിനേറ്റ കളങ്കത്തിന്റെ ലക്ഷണമാണ് എന്ന് നമ്മൾ കാണണം. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ സാംസ്കാരികപരവും വിശ്വാസപരവും അനുഷ്ഠാനപരവുമായ കാര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നന്മയിൽ മറ്റുള്ളവരുമായി സഹവർത്തിക്കുകയും അങ്ങനെ സന്തോഷങ്ങളുടെയും സന്താപങ്ങളുടെയും വേളകളിൽ സഹോദര സമുദായങ്ങളുമായി നമ്മുടെ അടിത്തറകളിൽ നിന്നുകൊണ്ട് തന്നെ പങ്കെടുക്കുകയും അങ്ങനെ ആശയപരമായ കൊള്ളക്കൊടുക്കുകൾ നടത്തുകയും ചെയ്യുന്ന ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കേണ്ടത് അനിവാര്യമാണ്. അതേക്കുറിച്ച് നിങ്ങൾ കുറച്ചുകൂടി കൂടുതൽ ആഴത്തിൽ ചിന്തിക്കണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഭാഗത്ത് സംഭവിച്ചു പോകുന്ന വീഴ്ചകളും പോരായ്മകളും ദൗർബല്യങ്ങളും തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്തു മാപ്പാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ പലതരത്തിലുള്ള രോഗങ്ങളും വിഷമങ്ങളുമുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ നീ ശിഫ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് ആരെയൊക്കെ നീ തിരിച്ചു വിളിച്ചോ അതിൽ ഞങ്ങളുടെ മാതാക്കളുണ്ട്, പിതാക്കളുണ്ട്, മക്കളുണ്ട്, ഇണകളുണ്ട്, വേണ്ടപ്പെട്ട പലരുമുണ്ട്. അവരോടൊക്കെ നീ കരുണ കാണിക്കണേ തമ്പുരാനെ. അവരുടെ ബർസഖിയായ ജീവിതം സ്വർഗീയമാക്കണേ അല്ലാഹ്. അവസാനം അവരെയും ഞങ്ങളെയും മഹാന്മാരോടൊപ്പം, അമ്പിയാക്കളോടൊപ്പം, സിദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം ഞങ്ങൾക്കൊക്കെയും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അസ്തഗ്ഫിറുഹു ഇന്നഹു